അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ആ രാത്രിയിൽ അതാ സമീറ ഐഷുമോളെ കെട്ടിപ്പിടിച്ച് കിടന്നു. റബ്ബേ, എൻ്റെ കുട്ടിക്ക് നല്ലോണം പനിക്കുന്നുണ്ടല്ലോ, എന്താ റബ്ബേ ഞാൻ ചെയ്യാ? അവൾ പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റു. പഠിച്ചോനെ, സമയം 1 മണി, കുട്ടിക്കാണെങ്കിൽ ചുട്ടു പൊള്ളണ പനി. റബ്ബേ, അവൾ പെട്ടെന്ന് ഒരു അടുക്കളയിലേക്ക് പോയി ഒരു ശീല നനച്ച് കൊണ്ടുവന്ന് കുട്ടിയുടെ നെറ്റിയിലിട്ട് കൊടുത്തു. പഠിച്ചോനെ, അല്ലാ, ആയത്തുൽ കുർസി ഓതി ഊതി കൊടുത്തു. പഠിച്ചോനെ, കുറച്ച് സംസം വെള്ളം കിട്ടിയിരുന്നെങ്കിൽ ഉമ്മ എവിടെ വെച്ചു ആവോ? ഈ സമയത്താണെങ്കിൽ എല്ലാവരും നല്ല ഉറക്കമാണ്. അതെ, ഷാമോനും നുസിയും അതുപോലെ ഉമ്മയൊക്കെ ഉറക്കത്തിലാണ്. റബ്ബേ, ഈ കുട്ടി വല്ലാതെ ചുട്ടു പൊള്ളണല്ലോ എൻ്റെ റബ്ബേ. അതെ, അവൾക്ക് ഐഷുമോളുടെ മുഖത്തേക്ക് നോക്കാൻ കഴിയണില്ല. ഉമ്മച്ചി, ഉമ്മച്ചി, മോളെ, ഉമ്മച്ചിയുടെ കുട്ടിക്ക് എന്ത് പറ്റിയത്? അവൾ ശീല നനച്ച് നെറ്റിയിലിട്ട് കൊടുത്തു. അത് വീണ്ടും പിഴിഞ്ഞു. അങ്ങനെ എങ്ങനെ എത്ര പെട്ടെന്നാണ് റബ്ബേ ശീല നനച്ചതൊക്കെ ഉണങ്ങിപ്പോകുന്നത്. അല്ലാ, ദിക്റുകളും സ്വലാത്തുകളും എല്ലാം ഓതിക്കൊടുത്തു. അവൾ പെട്ടെന്ന് അവിടെ ഏടിലുണ്ടായിരുന്നില്ല ഷിഫായിൻ്റെ ആയത്തുകൾ എടുത്ത് ഓതിക്കൊടുത്തു. പഠിച്ചോനെ, പെട്ടെന്ന് ഷിഫിയാക്കണേ അല്ലാ. ഇനി മരുന്ന് എന്തെങ്കിലും, അല്ല, പനി പെട്ടെന്ന് മാറാൻ ഞാനിപ്പോൾ എന്താ ചെയ്യുക? അവൾ പെട്ടെന്ന് സാധാരണയായിട്ട് കുട്ടി ഇംഗ്ലീഷ് മരുന്നൊന്നും അങ്ങനെയൊന്നും കുടിച്ചിട്ടുമില്ല, കൊടുത്തിട്ടുമില്ല. റബ്ബേ, പാരസെറ്റമോള് ഒന്നും വേണ്ട. അവൾ പെട്ടെന്ന് തന്നെ യൂട്യൂബിൽ അതെടുത്ത് അടിച്ചു നോക്കി, പനി മാറാൻ. അല്ല, ഓരോ ഒറ്റമൂലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പെട്ടെന്നാണ് അവളത് കണ്ടത്. 1 ടീസ്പൂൺ തേനിലേക്ക് അല്പം ചെറുനാരങ്ങ ഒഴിച്ച് മിക്സ് ചെയ്താൽ പനി മാറും എന്നുള്ളത്. അല്ലാ, ഇതാകുമ്പോൾ പിന്നെ സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. അവൾ അടുക്കളയിലേക്ക് പോയി ഫ്രിഡ്ജിൽ ചെറുനാരങ്ങയുണ്ട്, അതെടുത്ത് നന്നായി ഒന്ന് മസാജ് ചെയ്ത് തേനിലേക്ക് അല്പം ഒഴിച്ച്. അത് പുളി കൂടിയാൽ കുടിക്കാൻ കഴിയൂലല്ലോ റബ്ബേ. വേഗം ഐഷുവിൻ്റെ അടുക്കലേക്ക്. ഐഷു, ഉമ്മച്ചിൻ്റെ കുട്ടി ഇത് കുടിച്ചാണി, വരി, ഇത് കുടിച്ചാളി, ഇതാ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓ, വേഗം കുടിച്ചാളി. അല്ലാ, പഠിച്ചോനെൻ്റെ കുട്ടിയുടെ രോഗം ഷിഫിയാക്കണേ അല്ലാ. അവളത് കുടിച്ചു. ഉമ്മച്ചി കഴിക്കുന്നു. തേനുണ്ടല്ലോ മോളെ, അത് മോള് പനിച്ചിട്ട് വായ കഴിച്ചിട്ടാട്ടോ, വരി. അവൾ സമീറ അവളെ വാരിയെടുത്ത് തോളിലിട്ട് പതുക്കെ പുറത്ത് തട്ടിക്കൊണ്ട് നടന്നു. അല്ലാ, എൻ്റെ കുട്ടിക്ക് ഉമ്മച്ചി താരാട്ട് പാട്ട് പാടിത്തരട്ടോ. നല്ല മോളെ ഉറങ്ങിക്കോട്ടോ. പക്ഷെ സമീറക്ക് കുട്ടിയെ എടുക്കാൻ കഴിയുന്നില്ലായിരുന്നു. റബ്ബേ, എന്താ ഞാൻ ചെയ്യുക? ഉമ്മാനെ വിളിക്കേ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോവേ, എനിക്കറിയില്ല റബ്ബേ. അല്ലാ, എൻ്റെ കുട്ടി, അല്ലാ, നന്നായിട്ട് പനിക്കുന്നുണ്ടല്ലോ, എൻ്റെ ശരീരം വരെ പൊള്ളിയിട്ട് എനിക്ക് എടുക്കാൻ കഴിയണില്ല. വീണ്ടും ബെഡിൽ കിടത്തി നന്നായിട്ട് ശരീരമൊന്ന് തുടച്ചു കൊടുത്തു. വെള്ളം കുറച്ച് തണുപ്പുള്ളതെടുത്ത് ശരീരത്തിലാകെ ശീല കൊണ്ട് നല്ല രീതിയിൽ തുടച്ചു മാറ്റിയെടുത്തു. അത് തുടക്കുമ്പോൾ മാത്രം അല്പം ആശ്വാസം, പിന്നെ അതുപോലെ വരുന്ന. പഠിച്ചോനെ, അതെ, സ്വന്തം പെറ്റുമ്മകൾ ചെയ്യുന്നത് പോലെ സമീറ ആ കുഞ്ഞിനെ നോക്കി. ആ കുഞ്ഞിന് ദിക്റുകൾ, സ്വലാത്തുകൾ, ഖുർആൻ എല്ലാം ചൊല്ലി ഊതിക്കൊടുത്തു. അല്ലാ, എങ്ങനെയെങ്കിലും എൻ്റെ കുട്ടിയുടെ അസുഖം നീ ഷിഫിയാക്കല്ലാ. വീണ്ടും ഐഷുമോളെ എടുത്ത് തോളിലിട്ട് സമീറ അതാ അകത്തൂടെ നടന്നു. റബ്ബേ, അല്ലാ, കുട്ടിക്ക് ഷിഫിയാക്കല്ല, അസുഖം ഷിഫിയായി കൊടുക്കുക റഹ്മാനെ. ഉമ്മയില്ലാത്ത കുട്ടിയാണ്. എന്നാൽ ഉസ്താദിനും സമാധാനം ഉണ്ടായിരുന്നില്ല രാത്രി. അത് മോളുടെ പനി കണ്ട് പോന്നിട്ട് ഉസ്താദിന് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. പഠിച്ചോനെ, ഐഷുവിൻ്റെ പനി എന്തായാവോ റഹ്മാനെ, നീ ഷിഫ കൊടുക്കല്ല. ഒന്ന് വിളിച്ചു നോക്കിയാലോ? വേണ്ട, സമയം 1 മണിയാണ്. ഈ സമയത്ത് വിളിച്ചാൽ അത് വേണ്ട, ഷമ്മാസും ഉമ്മ എല്ലാവരും കിടന്നിട്ടുണ്ടാവും. പിന്നെ ഉസ്താദിന് അന്ന് ഉറക്കമേ ഉണ്ടായിരുന്നില്ല. പഠിച്ചവനെ, എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ റബ്ബേ, എനിക്ക് ആരാ റബ്ബേ ഉണ്ടാകുക? അതെ, തൻ്റെ ഐഷുവിന് വേണ്ടി ഉസ്താദ് പ്രാർത്ഥിക്കുന്നു. അല്ലാ റഹ്മാനെ, തഹജ്ജുദിന് എണീക്കേണ്ടതാണ്, പക്ഷെ ഉറക്കം വരുന്നില്ല എൻ്റെ ഐഷുവിനെ കണ്ടു പോന്നിട്ട്. പക്ഷേ ഞാനൊന്ന് വിളിച്ച് ചോദിച്ചാൽ, വിളിക്കുന്നത് ഒട്ടും ശരിയല്ല, കാരണം അത് മോശമാണ് റഹ്മാനെ, ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ഇനിയായിട്ട്. എന്നാൽ ഈ സമയം അതാ കുഞ്ഞ് പറയുന്നു, ഉമ്മച്ചി, ഉമ്മച്ചി. എന്താ മോളെ, എന്താ ഉമ്മച്ചിൻ്റെ കുട്ടിക്ക് വേണ്ടത്?
ഉമ്മച്ചിൻ്റെ കുട്ടിക്ക് കുറച്ച് ചായ ഉണ്ടാക്കി തരട്ടെ ഉമ്മച്ചി, കാപ്പി ഉണ്ടാക്കി തരട്ടെ? ഉമ്മച്ചി വേണ്ട, ഉപ്പച്ചിയെ കാണണം, ഉപ്പച്ചിയെ കാണണം എനിക്ക്. പൊന്നു മോളെ, ഈ സമയത്ത് ഉപ്പച്ചിയെ കാണാൻ പറ്റുമോ? ഈ സമയത്ത് ഉപ്പച്ചിയെ അല്ലാ, ഇനിയിപ്പോൾ എന്താ റബ്ബേ ഞാൻ ചെയ്യാം? കുട്ടിക്കാണെങ്കിൽ വല്ലാത്ത പനിയുണ്ട്. ഉമ്മച്ചി, ഉപ്പച്ചിയെ കാണണം എനിക്ക്, ഉപ്പച്ചിയെ കാണണം. ആ കുട്ടി കരയാൻ തുടങ്ങി. ഇല്ല കേട്ടോ, രാവിലെ ഉപ്പച്ചി വരും കേട്ടോ. ഉപ്പച്ചി വരുമ്പോൾ നമുക്ക് ഉപ്പച്ചിനെ കാണട്ടോ, എന്നിട്ട് ഹോസ്പിറ്റലിലും പോവാട്ടോ. അല്ല ഉപ്പച്ചി, ഉപ്പച്ചി. ശരിക്കും പറഞ്ഞാൽ ആ കുട്ടിയുടെ കണ്ണുകളൊക്കെ താളം മറിയുന്ന പോലെ തോന്നി. റബ്ബേ, അല്ല പേടിയാണ് പഠിച്ചോനെ. മോളെ ഐഷു, പഠിച്ചോനെ പനി വിടുന്നില്ലല്ലോ. ഐഷു, പൊന്നു മോളെ, എൻ്റെ ഉപ്പച്ചി, 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 മോൾക്ക് വയ്യ. അല്ല പഠിച്ചോനെ, എന്താ ശരീരമൊക്കെ കളർ മാറുന്നുണ്ടോ? എനിക്ക് പേടിയാവുന്നു റബ്ബേ. ഒരു നിമിഷം റബ്ബേ, ഞാൻ എന്ത് ചെയ്യാം? എനിക്ക് ഉപ്പച്ചി വിളിക്കണം ഉമ്മച്ചി. അതെ മോളെ, ഉപ്പച്ചിൻ്റെ ശബ്ദം കേട്ടാൽ മതിയോ? സൗണ്ട് കേട്ടാൽ മതിയോ? പഠിച്ചോനെ, ഈ സമയത്ത് ഉറങ്ങുന്ന സമയത്തൊക്കെ വിളിക്കുമ്പോൾ ഉമ്മച്ചി ഒന്നും മിണ്ടൂല കേട്ടോ. മോള് പറയാൻ കേട്ടോ. അപ്പോൾ തന്നെ അതാ ഉസ്താദിൻ്റെ ഫോണിലേക്ക് സമീറയുടെ കോള്. ഒരു നിമിഷം ഉസ്താദ് ഞെട്ടിപ്പോയി. റബ്ബേ, ഞാൻ എങ്ങനെ എൻ്റെ പൊന്നുമോളെ ഒന്ന് കാണാൻ വിളിക്കും? ഒന്ന് എന്തായി അവളുടെ സ്ഥിതി ഒന്ന് അറിയാൻ വേണ്ടി വിളിക്കും എന്ന് വിചാരിച്ച് നിൽക്കുന്നു. റഹ്മാനെ, എന്താ റബ്ബേ പറ്റിയത്? ആ ഉസ്താദിൻ്റെ ആ നമ്പർ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയം പിടച്ചു പോയി. പഠിച്ചോനെ, എൻ്റെ കുട്ടിക്ക് എന്താ റഹ്മാനെ പറ്റിയത്? വിറച്ചുകൊണ്ട് ഉസ്താദ് ഫോൺ എടുത്തു. ഹലോ. ആ അതെ, പിന്നെ മോൾക്ക് കാണണം എന്നൊക്കെ പറയുന്നുണ്ട്. ഐഷുവിന് പനി വിട്ടില്ലേ? അത് കുറച്ച് ഞാൻ കൊടുക്കാം. ഉപ്പച്ചിക്ക് ഉപ്പച്ചീൻ്റെ അടുത്തേക്ക് വരുമോ? ഉപ്പച്ചിനെ കാണും, എനിക്ക് സുഖമല്ല. പൊന്നു മോളെ, ഉപ്പച്ചി രാവിലെ വരാട്ടോ. അല്ല, ഇപ്പം വരണം. മോളെ അങ്ങനെ പറയല്ലോ മോളെ, ഉപ്പച്ചിൻ്റെ കുട്ടി സുഖമായിട്ട് ഉറങ്ങിക്കോളി കേട്ടോ. ഉപ്പച്ചിനെ കാണണം എനിക്ക്. അല്ല, ഇനിയിപ്പോൾ എന്ത് ചെയ്യാം? ഉമ്മച്ചിയുടെ ഫോൺ കൊടുക്ക്. ഹലോ, അത് മോൾക്ക് പനി കൂടുതലായിരുന്നു തോന്നുന്നു അവളുടെ ശബ്ദം കേട്ടിട്ട്. അത് ഉപ്പച്ചിയെ കാണണമെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ഇനിയിപ്പോൾ ഈ സമയത്ത് എന്നാൽ ഞാൻ ഷാമോനൊന്ന് വിളിക്കാം, കാരണം ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ടുപോകാം, ഞാനങ്ങോട്ട് എത്താം അപ്പോഴേക്കും. എന്നാൽ അതാ സംസാരം കേട്ടുകൊണ്ട് ലൈറ്റും ഇട്ടത് കണ്ടുകൊണ്ട് ഉമ്മ, എന്താ സമീറാൻ്റെ റൂമിൽ നിന്ന് ഒരു ഒച്ചപ്പാടും ബഹളമൊക്കെ? എന്താ പോൾ അടുക്കളയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നുണ്ട്. ഇങ്ങോട്ട് മോളെ സമീറ, ഉമ്മ വിളിച്ചു. പഠിച്ചവന് ഉമ്മ ഉണ്ടക്കണ സമാധാനമായി. സമീറ എടി, എന്തി അവിടെ വിളിച്ചിട്ട് കൊണ്ട് നടക്കണേ? ജേജ 1-2 പ്രാവശ്യം അടുക്കളയ്ക്ക് പോകണ ഒച്ചപ്പാടും കേട്ട്. എന്തിയടി? ഉമ്മ, ഐശുവിന് പനി കൂടുതലാണുമ്മ, കുട്ടി വിറക്കാണ് കിടന്നിട്ട്. അല്ലാ, എൻ്റെ കുട്ടി. ഐഷുമ്മ വേഗം എഴുന്നേറ്റ്. അമ്മമാരുടെ കുട്ടിക്ക് എന്തിയേ? അല്ലാ പഠിച്ചോനെ, നല്ലോണം ചുട്ട് പൊള്ളണല്ലോ കുട്ടിക്ക്. ഷാമോനെ, എടാ ഷാമോനെ, എടാ. പഠിച്ചോനെ, അവൾ ഉറങ്ങേക്കാരം. അത് ഷമ്മാസിനെ വിളിക്കുന്ന ശബ്ദം കേട്ട് അത് നുസൈബ ഉണർന്നു. പഠിച്ചോനെ, ഉമ്മയാണല്ലേ വിളിക്കുന്നത്. അവൾ പെട്ടെന്ന് എഴുന്നേറ്റ്. ഉമ്മ, എന്ത് മോളെ? ഷാമോനെ, ഉമ്മ ഉറക്കത്ത് പെട്ടിക്കണ്, ഞാൻ വിളിക്കുക. എന്തി ഉമ്മ? മോളെ, ഐഷുവിന് നല്ല പനിയടി, നല്ലോണം പനിച്ച് വറക്കുന്നുണ്ട്. പേടിയല്ലേ? ഒന്ന് ആശുപത്രി കൊണ്ടാകാനായി റബ്ബേ. അല്ലോ, ആ കുട്ടി നോക്ക് കിടക്കണ്. അവൾ നുസൈബയെ പെട്ടെന്ന് ഓടി വന്നു. അല്ലോ, നന്നായിട്ട് പനിക്കുന്നുണ്ടല്ലോ. പഠിച്ചോനെ, ഉമ്മ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കും. നല്ല രീതിയിൽ ഇത് നല്ല ഹൈ ടെമ്പറേച്ചറാണുമ്മ. അതെ, ഡോക്ടർ വിഭാഗം പഠിച്ച ഓൾക്ക് കുറച്ചൊക്കെ അതിനെക്കുറിച്ച് അറിയണത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഷാമോനെ വിളിക്കുന്നു. അതെ അതെ, നോക്കി. അത് പിന്നെ ഷാമോൻക്ക, അതെ ഇങ്ങോട്ട് നോക്കിന്നേ. ഇങ്ങോട്ടെന്താ നല്ല ഉറക്കാണല്ലോ. എന്താടി കുഞ്ഞുണ്ണോ? അതല്ല, ഇങ്ങോട്ട് നോക്കിക്കേ. പിന്നെ
ഐഷുവിന് നല്ല പനി ഉണ്ടായിട്ടേ. അല്ലാ, അൽഹംദുലില്ലാ. എന്ത് ചെയ്യുന്നത്? ഐഷുവിന് നല്ല പനിയുണ്ട്, ഒന്ന് എണീറ്റ് നോക്കി. അല്ലാ പഠിച്ചവനെ, എന്താ പറ്റിയത് കുട്ടിക്ക്? ഇന്ന് രാത്രി ഉണ്ടായിരുന്നല്ലേ. അല്ലാ. ഷമ്മാസ് വേഗം അതാ വാതിൽ തുറന്ന് അങ്ങോട്ട് സമീറയുടെ റൂമിലേക്ക്. അതാ സമീർ ആകെ ബേജാറായി തൊട്ടടുത്ത് ഇരിപ്പുണ്ട്, കുഞ്ഞിനെയും മടിയിൽ വെച്ചുകൊണ്ട്. അല്ലാ, നോക്കട്ടെ. പഠിച്ചവനെ, നല്ല പനിയുണ്ടല്ലോ. അതെ, എന്ന് മാറ്റിക്കോളെ, ഞാൻ വണ്ടി എടുക്കാം. ഷമ്മാസ് പെട്ടെന്ന് അതാ കീയെടുത്ത് വണ്ടി എടുക്കുന്നു. മോള് സമീറ, മാറ്റിക്കോ ഉമ്മാൻ്റെ കുട്ടി. സമീറയും പെട്ടെന്ന് പർദ്ദയിട്ടു. ഐഷുവിന് വേറൊരു ഡ്രസ്സ് എടുത്തു. അവളുടെ ബാഗിൽ ഐഷുവിന് മറ്റ് 2 കൂട്ട് ഡ്രസ്സുകളും എടുത്തു. അല്ലാ പഠിച്ചോനെ, കുഞ്ഞിനെ തോളിലിട്ട് നേരെ അതാ കാറിലേക്ക്. ഉമ്മ, ഉമ്മ. മോനെ, ഞാൻ എന്താ മോനെ ചെയ്യേണ്ടത്? കുട്ടിൻ്റെ സ്ഥിതി ആലോചിക്കുമ്പോൾ സമാധാനമില്ല. പക്ഷേ നുസിനെ ഇവിടെ ഇട്ടിട്ട് പോരാനും എനിക്ക് തോന്നുന്നില്ല. ഞാനെന്താ മോനെ? ഉമ്മ തൽക്കാലം ഇവിടെ നിന്നോളി പൊന്നു മോനെ. എന്നാൽ പെട്ടെന്ന് നുസൈബ, ഉമ്മ പേടിക്കണ്ട, നിങ്ങൾ പോയിക്കോളി. കാരണം സമീറത്തെ പാവല്ലേ, അവർക്ക് ഒറ്റയ്ക്ക്. ഉമ്മ, ഞാൻ ഉസ്താദിനെ വിളിക്കാം. എന്നാൽ പിന്നെ പ്രശ്നമല്ലല്ലോ. എന്നാ മോനെ അങ്ങനെ ചെയ്യേ. അപ്പോൾ തന്നെ അതാ ഉസ്താദിനെ വിളിക്കുന്നു. ഉസ്താദ് ഓൺലൈനിൽ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ആകെപ്പാട് ടെൻഷനായി നിൽക്കുകയായിരുന്നു. എന്താ റബ്ബേ ചെയ്യാം എന്ന് കരുതിയിട്ട്. എന്നാൽ ഷമ്മാസിൻ്റെ ഫോണ് കണ്ടപ്പോൾ ഉസ്താദിൻ്റെ കൈകാലുകൾ കുഴഞ്ഞു. റബ്ബേ, എൻ്റെ കുട്ടിക്ക് എന്താ റബ്ബേ സംഭവിച്ചത്? ഹലോ. ഉസ്താദേ, അത് മോൾക്ക് കുറച്ച് പനി കൂടിയിട്ടുണ്ട്, അധികമായിട്ടൊന്നുമില്ല. അപ്പം ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. ഉസ്താദ് ആകെ തകർന്നു പോയി. എൻ്റെ റബ്ബേ, എൻ്റെ സെഹർ എന്നെ വിട്ടു പോയി. ഇപ്പം എൻ്റെ കുഞ്ഞിന് എന്താ റബ്ബേ പറ്റിയത്? അതെ, അവൾക്കും ശക്തമായ പനി ഉണ്ടായിരുന്നു. അല്ലാ പഠിച്ചോനെ, എൻ്റെ ജീവിതം നീ റഹ്മാനെ, എനിക്ക് താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ നൽകല്ലേ അല്ലാ. ഉസ്താദ് ഹൃദയം പൊട്ടി ദുആ ചെയ്തു. അദ്ദേഹം പള്ളിയിൽ നിന്നിറങ്ങി. ഷാമോൻ അപ്പോഴേക്കും കാറുമായി അവിടെ എത്തി. ഐഷുമ്മക്ക് സമാധാനമില്ലായിരുന്നു. നുസൈബ പറഞ്ഞു, ഉമ്മങ്ങൾ പൊയ്ക്കോളി, അതിനെന്താ, കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ ഇവിടെ നിന്നോളാം. മോളെ, ഉമ്മാൻ്റെ കുട്ടിയെ ചെറിയ പിഞ്ച് പൈതലിനായിട്ട് വേണ്ട. ഏതായാലും ഉസ്താദ് ഉണ്ടല്ലോ, എനിക്ക് സമാധാനമല്ലേ, ഞാൻ എവിടെ നിൽക്കുക അറിയണില്ല. ഐഷുമ്മയും ആകെ തകർന്നു പോയി. അങ്ങനെ അതാ ഉസ്താദ് വാഹനത്തിൽ കയറുവാൻ നിന്നപ്പോൾ തൻ്റെ പിഞ്ചു പൈതലിൻ്റെ ആ ഒരു മുഖം കണ്ടു. റബ്ബേ, വല്ലാതെ എൻ്റെ കുട്ടി വാടി തളർന്നിരിക്കുന്നു. അപ്പോഴും ശീല നനച്ചിട്ട് കൊണ്ടിരിക്കുകയാണ് സമീറ. അല്ലാ, എൻ്റെ കുട്ടി. ഉസ്താദ് മുന്നത്തെ സീറ്റിൽ കയറി. പക്ഷേ ഉസ്താദിന് അവിടെ ഇരുന്നിട്ടൊരു സുഖം കിട്ടുന്നില്ലായിരുന്നു. തൻ്റെ കുഞ്ഞിനെ, സമീറ, ഞാൻ അവളെ മടിയിൽ വെച്ചോളാം. അല്ല ഉസ്താദ്, ഇവിടെ കിടന്നോട്ടെ, ഇവിടെയുള്ള സ്പേസ് ഉള്ളത്. സത്യം പറഞ്ഞാൽ ഉസ്താദിന് തൻ്റെ കുഞ്ഞിനെ വാരിയെടുക്കണം എന്നായിരുന്നു. അങ്ങനെ അത് ഷമ്മാസ് പെട്ടെന്ന് തന്നെ അവിടെയുള്ള വലിയ ഹോസ്പിറ്റലിലേക്ക് വിടുന്നു, നേരെ കാഷ്വാലിറ്റിയിലേക്ക്. അല്ലോ, കുട്ടിക്ക് കൂടുതലാണല്ലോ പനി. ഇനിയിപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം. പെട്ടെന്ന് പനി മാറാനുള്ള മരുന്ന് അത് ഗ്ലൂക്കോസിൽ ഇട്ട് കൊടുക്കാം. നേരെ അതാ അവളെ ഡോക്ടറെ കാണിച്ച്. നല്ല ശക്തമായ പനിയാണ്. എന്ത് പറ്റി? എന്തെങ്കിലും സംഭവിച്ചോ? എന്തെങ്കിലും കുട്ടി പേടിക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നന്നായിട്ട് പനിക്കുന്നുണ്ടല്ലോ. അതാ സമീറ കുഞ്ഞിനെ തലോടിക്കൊണ്ടിരിക്കുകയാണ്. അതെ, നിങ്ങളുടെ കുട്ടിക്ക് നല്ല രീതിയിൽ ഹൈ ടെമ്പറേച്ചറാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് ഗ്ലൂക്കോസ് കൊടുത്തിട്ട് നമുക്ക് അത് മാനേജ് ചെയ്യാം കേട്ടോ. പിന്നെ നോക്കാം, ഇനി എന്തെങ്കിലും ബ്ലഡിലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയും. എന്തായാലും നമുക്ക് പനി കുറയുന്നുണ്ടോ നോക്കട്ടോ. റൂം എടുക്കുന്നുണ്ടോ? റൂം പെട്ടെന്ന് ഷമ്മാസ് ചോദിച്ചു. അല്ല ഡോക്ടർ, ഇത് എന്ത് പനി? അങ്ങനെ അല്ല, ഞങ്ങൾ ബ്ലഡ് ചെക്ക് ചെയ്ത് നോക്കട്ടെ. കുട്ടിക്ക് ക്ഷീണം ഉണ്ടെങ്കിൽ 2 ദിവസം കിടക്കേണ്ടി വരും ഇവിടെ. ഷമ്മാസിന് എന്ത് പറയണമെന്നായിപ്പോയി. പക്ഷേ ഇനിയിപ്പോൾ കുട്ടി, ഉസ്താദ്, സമീറ. ഒരു നിമിഷം അവൻ ഓർത്തുപോയി, റബ്ബേ, നിക്കാഹ് കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, ഇവർക്ക് ഒരുമിച്ച് തന്നെ നിൽക്കാമായിരുന്നല്ലോ എന്ന്. അങ്ങനെ അതാ ഡോക്ടർ അഡ്മിറ്റിന് എഴുതുന്നു. കുട്ടിയെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. ഷമ്മാസ് അവിടെ തന്നെ ഇരുന്നു. ഉസ്താദ് പറഞ്ഞു, ഷാമോനെ,
ഷാമോന് ഇവിടെ ഉറക്കമൊഴിച്ച് നിൽക്കണ്ട, ഷാമോന് പോയിക്കോളൂ, ഞാനുണ്ടല്ലോ ഇവിടെ പുറത്ത്, പിന്നെ റൂമിൽ സമീറ നിന്നോട്ടെ. ഉസ്താദെ, നിങ്ങൾക്ക് കുഴപ്പം ഇല്ലല്ലോ? അങ്ങനെ എന്തെങ്കിലും? എന്ത്, ഞാനിവിടെ എവിടെയെങ്കിലും ഇരുന്നോളാം, അവൾ അകത്ത് കുഞ്ഞിനെയും കൊണ്ട് നിൽക്കട്ടെ, കുഴപ്പമില്ല. ക്ഷാമം പോയിക്കോളൂ, ഷോപ്പിലൊക്കെ പോകാനുള്ളല്ലേ, ഇവിടെ ഉറക്കൊഴിക്കേണ്ട കാര്യമില്ലല്ലോ, എന്തായാലും ഗ്ലൂക്കോസ് ഇട്ട് കിടക്കല്ലേ. പെട്ടെന്ന് ഉസ്താദിൻ്റെ കൈകളിൽ അതാ ഷമ്മാസ് കുറച്ച് ക്യാഷ് എടുത്ത് നീട്ടിയിട്ട് പറഞ്ഞു, ഉസ്താദ് ഇത് വെച്ചോളി. അല്ല മോനെ വേണ്ട, എൻ്റെ കയ്യിലിപ്പോൾ ഉണ്ട്, എൻ്റെ ഉണ്ടിപ്പോൾ, ഞാൻ വേണമെന്നുണ്ട് ചോദിക്കാം. അല്ല ഉസ്താദ് ഇത് വെച്ചോളി. എന്നാൽ അത് വാങ്ങാൻ ഉസ്താദ് കൂട്ടാക്കിയില്ല. അല്ല വേണ്ടായിട്ടാണ്. എന്നാൽ സമീറയുടെ അരികിലേക്ക് ഷമ്മാസ് പോയി. അതെ ഇത്താ, എന്നാൽ ഞാൻ പോട്ടിട്ട്, കാരണം ഉസ്താദ് പറഞ്ഞ് വെറുതെ ഇപ്പം ഇങ്ങനെ. അത് ഷാമോന് പോയിക്കോളിന്നാലേ, ഞാൻ കുഞ്ഞിൻ്റെ അടുത്ത് ഇവിടെ നിന്നോളാം, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പുറത്ത് ഉസ്താദ് ഉണ്ടാവുമല്ലോ. ആ കുഴപ്പമില്ല, ആയിക്കോട്ടെ. ഇത്താ എന്നാ ഇത് വെച്ചോളി, കാരണം എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം വരും, ഹോസ്പിറ്റലിൽ നിൽക്കുകയാണ്. ഷാമോനെ അത് അതെ, സമീറുടെ കൈകളിൽ പൈസയൊന്നും ഉണ്ടായിരുന്നില്ല, അവൾ എടുത്തിട്ടുമില്ലായിരുന്നു. അത് ഞാൻ ഇത് തൽക്കാലം ഉസ്താദ് വാങ്ങിയില്ല, നിങ്ങൾ വെച്ചോളി, എന്തേ ആവശ്യത്തിന് ഉസ്താദിന് കൊടുത്താൽ മതി കേട്ടോ, എന്താവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ കേട്ടോ. ഷമ്മാസ് അങ്ങനെ അവിടെ നിന്ന് പോകുന്നു. ഒരു നിമിഷം സമീറ കുഞ്ഞിൻ്റെ ഒറ്റക്കാണ്. അതെ, ഉസ്താദ് പുറത്തുമാണ്. ഡോക്ടർ അങ്ങോട്ട് കടന്നു വന്നു. എങ്ങനെയുണ്ട് കുട്ടിക്ക്, ഫീവർ കുറവുണ്ടോ നോക്കട്ടെ? ആ കുട്ടി എന്തോ എന്താ അറിയില്ല, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ, എന്തായാലും നല്ല റെസ്റ്റ് വേണം. ഓക്കെ. അല്ല നിങ്ങൾ കുട്ടിയുടെ, ഞാൻ കുട്ടിയുടെ ഉപ്പയാണ്, പിന്നെന്താ ഇവിടെ നിൽക്കുന്നത്? കുട്ടിയുടെ കൂടെ തന്നെ നിങ്ങൾ കഴിയണം. നിങ്ങൾ ഉമ്മയും ഉപ്പയും കുട്ടിയുടെ കൂടെ നിൽക്കുമ്പോഴാണ് കുട്ടിക്ക് അത് കൂടുതലായിട്ട് ഒരു എൻജോയ്മെൻറ്റ് കിട്ടുക. നിങ്ങളിവിടെ മറിഞ്ഞ് നിൽക്കുക, അവരവിടെ നിൽക്കുക ചെയ്യുമ്പോൾ എന്തൊക്കെ തന്നെയായാലും കുട്ടിക്ക് ടെൻഷൻ വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ഒരുമിച്ച് കാണുമ്പോഴായിരിക്കും കുട്ടിക്ക് പെട്ടെന്ന് സന്തോഷമൊക്കെ ലഭിക്കുക. അതുകൊണ്ട് ദയവായി നിങ്ങൾ അവിടെ നിൽക്കണം. ഒരു നിമിഷം ഉസ്താദ് ഞെട്ടിപ്പോയി. ആ അതെ, അവളെൻ്റെ ഭാര്യയല്ലെന്ന് പറയാതിരിക്കാൻ വയ്യല്ലോ, കാരണം കുട്ടി ഉമ്മച്ചിയെ വിളിക്കുന്നത് ഡോക്ടർ കേട്ടതാണ്. അതെ, ഉമ്മച്ചിയുടെ പോലെ തന്നെ നോക്കുന്നുണ്ട്. ഡോക്ടറെ ഓക്കെ. ഡോക്ടറോട് അങ്ങനെ ഓക്കെ പറഞ്ഞു. അങ്ങനെ ഉസ്താദ് മനമില്ലാ മനസ്സോട് കൂടി സമീറയുടെ ആ റൂമിലേക്ക് കടക്കുന്നു. ഒരു നിമിഷം ഐഷുവിനെ നോക്കിയിട്ട് ഞാൻ ഇവിടെ പുറത്തുണ്ട് കേട്ടോ, ഡോക്ടർ അങ്ങനെ പറഞ്ഞപ്പോഴേ ഞാൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളിവിടെ നിന്നോളൂ, ഞാൻ പുറത്ത്. സമീറ അത് വേണ്ട, നീ എപ്പോഴും സേഫ്റ്റിയായി നിൽക്കേണ്ടതാണ്, ഞാനൊരാണല്ലേ. ഉസ്താദ് വീണ്ടും ആ ചെയറിൽ തന്നെ ഇരിക്കുന്നു. മോൾ ഗ്ലൂക്കോസിലൂടെ മോൾക്ക് മരുന്ന് കയറ്റുകയാണ്. എന്നാൽ ഐഷുമാക്ക് ഉറക്കമുണ്ടായിരുന്നില്ല. എൻ്റെ റബ്ബേ, വല്ലാത്തൊരു പുതുമായി പോയി, പാവൻ്റെ സമീറ. നാളെയാണല്ലോ നവാസും കുട്ടികൾ എത്തുകയെന്ന് വിചാരിച്ചിട്ട് റബ്ബേ, എൻ്റെ കുട്ടീന്ന് മേലേക്ക് ഫുള്ള് തട്ടിക്കൊട്ടി അടിച്ചു വരി. ഇടയ്ക്കിടയ്ക്ക് അവൾ കയറി അടിച്ചു. ഞാൻ പറയും മുകളിൽ ആരുമില്ലേ, ഇജ്ജ് പോണ്ട മോളെ, എന്നിട്ട് അടിയത്തെ അവൾ എടുക്കലുള്ളൂ. ഇന്ന് ഫുള്ള് മോറലായിരുന്നു, ജനാലും വാതിലും ഒക്കെ തുടക്കലും മോറലും തട്ടിക്കൊട്ടലും അടിച്ചു വാരലും. പാവം, എത്ര മണിക്കാണ് പണി കഴിഞ്ഞതെന്നോ, കുറേ നല്ലോണം കൊയങ്ങിക്കണ് ഇന്ന്. എൻ്റെ റബ്ബേ. അപ്പോഴേക്കും ഷാമോൻ എത്തി. മോനെ എന്തായിടാ, ഉമ്മ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പഠിച്ചോനെ അഡ്മിറ്റ് ആക്കിയോ? അല്ലമ്മ, ഒരു പനി നല്ല ശക്തമായി 102 ഡിഗ്രിക്കൊക്കെ മുകളിൽ 130 ഡിഗ്രി അങ്ങനത്തെ ഡിഗ്രി ആണ്. 100 ഡിഗ്രി ആയി തന്നെ ഒരു ചായ തിളക്കാനുള്ള വെള്ളമായിരുന്നു അങ്ങനെ പറയില്ലേ. അപ്പോൾ മോനെ എന്നിട്ട് ഉസ്താദ് ഉണ്ട് അവിടെ പുറത്തിരിക്കണ്, അതുപോലെ സമീർത്ത ഉള്ളിലുണ്ട്. ആയിക്കോട്ടെ മോനെ, അത് കുഴപ്പമില്ല, ഓല് നിക്കാഹിന് ഒരുങ്ങി നിൽക്കണ മനുഷ്യന്മാരല്ലേ, എന്തായാലും ഓല് രണ്ടാളല്ലേ, തെറ്റുകളൊന്നും വരുമൊന്നുമില്ല. പിന്നെ ഉസ്താദായാലും ഓളായാലും അനുസരിച്ച് ജീവിക്കണ പെണ്ണാണ്. എന്തായാലും പഠിച്ചവൻ്റെ ഭാഗത്തുനിന്ന് തെറ്റൊന്നും ഉണ്ടാവില്ല, കാരണം ഓളല്ല കുട്ടീനെ നോക്കണത്, പിന്നെ കുട്ടീൻ്റെ എപ്പച്ചിയാണ്. പഠിച്ചവനെ അല്ലാ, ഒരു തമ്മിൽ സ്നേഹം കൊടുക്കുക റഹ്മാനെ കൂടുതൽ. എൻ്റെ പൊന്നാര മോനെ, എൻ്റെ ഷമ്മാസേ. പാവ സമീറ ഇന്ന് നോക്ക് എത്രങ്ങാനും പണിയെടുത്തിക്കണം, നാളെ ഓല് വരില്ലേ വിചാരിച്ചുകാണ്ടേ ഞാൻ പറഞ്ഞു മോളെ ആ റൂമൊക്കെ ഒന്ന് അങ്ങനെ ഒന്നും അങ്ങോട്ട് തുടച്ചിടാനേ പറഞ്ഞിട്ടുള്ളേനു. പക്ഷെ ആ കുട്ടിയമ്മ നാളെ എത്തുന്നുണ്ടോ പറഞ്ഞപ്പോൾ അങ്ങോട്ട് കയറി പോയിട്ട് മോനെല്ലാം അങ്ങോട്ട് തുടച്ച് വൃത്തിയാക്കി. എൻ്റെ മോനൊന്ന് പോയി നോക്ക് റഹ്മാനെ, എങ്ങനെ ഉണ്ടാവുമല്ലോ.
ഷമ്മാസ് വെറുതെ മുകളിലേക്ക് കയറി നോക്കി. ഉമ്മ മാഷാ അല്ലാ, ആ ഇത്ത നല്ലോണം പണിയെടുത്തേക്കണല്ലോ ഉമ്മ, നമ്മൾ നല്ല പ്രതിഫലം കൊടുക്കണം കേട്ടോ. പാവം മോനെ, ഇന്നിപ്പോൾ രാത്രി ഉറക്കം ഒഴിക്കേണ്ട അവസ്ഥ വന്നുല്ലേ ഉമ്മ. അത് സാരല്ല, ഉമ്മമാർ മക്കൾക്ക് വേണ്ടി ഉറക്കം വയ്ക്കുമ്പോൾ. അതെ ശരിയാണ്, ഓൾ തന്നെയാണ് ആ കുട്ടിൻ്റെ ഉമ്മ. പടച്ച റബ്ബ് ഓൾക്കായിട്ട് നൽകിയത് തന്നെയാണ്. അതെ മോനെ, അതെ എങ്ങനെയാണ് ആ കുട്ടീനെ നോക്കണമെന്ന്. മാഷാ അല്ലാ, എന്നും സ്നേഹമിട്ട് കൊടുക്കട്ടെ റഹ്മാനെ. ഉമ്മമാരില്ലാത്ത കുട്ടികളൊക്കെ നോക്കിയാൽ അത്ര പ്രതിഫലം ഉണ്ടാവും. അങ്ങനെ അതാ സമീറ ഐഷുവിൻ്റെ കൂടെ തന്നെ നിൽക്കുകയാണ്. പെട്ടെന്ന് ഉസ്താദ്, സമീറ, ആ അത് നിങ്ങളിങ്ങനെ ഉറക്കൊഴിച്ചിരിക്കുകയാണോ? ജസ്റ്റ് കിടന്നോളൂ കേട്ടോ, ഇനിയിപ്പോൾ രാവിലെ ക്ഷീണമായിരിക്കും, ഒന്നും തീരെ ഇറങ്ങിയിട്ടില്ലല്ലോ. ഉസ്താദേ അത് കുഴപ്പമില്ല, ഞാനിവിടെ നിന്നോളാം. അല്ല, കിടന്നോളൂ, ഞാൻ കുട്ടിയെ ശ്രദ്ധിച്ചോളാം ഇടക്കിടക്ക്. നിങ്ങൾ കിടന്നുറങ്ങിക്കോളൂ, വെറുതെ ഉറക്കം വയ്ക്കണ്ട. ഉസ്താദിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട സമീറ ഒരു നിമിഷം, പഠിച്ചോനെ ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ട് ഇവിടെ വെറുതെ ഇരുന്നിട്ട്. മോളാണെങ്കിൽ ഇപ്പോൾ ഉറക്കത്തിലാണെന്ന് തോന്നുന്നു. നല്ല രീതിയിൽ ഗ്ലൂക്കോസ് കയറുന്നുണ്ട്. റബ്ബേ പഠിച്ചോനെ. അങ്ങനെ അതാ ഉസ്താദ് സമീറയോട് ഉറങ്ങാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. മോള് സമീറ ഉറങ്ങിക്കോ, ഞാൻ നോക്കിക്കോളാം, ഞാൻ ഇവിടെ ഇപ്പുറത്ത് തന്നെ ഉണ്ട്. ഇടക്കിടക്ക് വന്നിട്ട് ഐഷുവിൻ്റെ ഗ്ലൂക്കോസ് കഴിയണതും ഒക്കെ ഞാൻ നോക്കിക്കോളാം. അങ്ങനെ അതാ സമീറയുടെ കണ്ണുകൾ പാതി അടയുന്നു. അവൾ അപ്പുറത്തുള്ള ആ കട്ടിലിൽ പതുക്കെ കിടന്നു. അല്ലാ, ഐഷു അങ്ങനെ വീഴുമോ എന്നുള്ള പേടിയുണ്ട്. സമീറ ഉറങ്ങിക്കോട്ടോ, ഞാൻ ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ട്. ഉസ്താദ് അവിടെ കാവലിരുന്നു. സമീറക്കും തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോൾക്കും വേണ്ടിയിട്ട്. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഉസ്താദ് എഴുന്നേറ്റ് പതുക്കെ വാതിൽ തുറന്നു. ഒരു നിമിഷം ഉസ്താദ് ഞെട്ടിപ്പോയി. റബ്ബേ. ഉസ്താദ് അപ്പോൾ തന്നെ അതാ വാതിലുകൾ തിരിച്ചടച്ചു, ഐഷുവിനെ ഒന്ന് നോക്കിയിട്ട്. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.